ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരുക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് കുബേര എന്ന ധനുഷ് നായകനെത്തിയ സിനിമയുടെ കളക്ഷനാണ്. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് വലിയ പ്രതീക്ഷകളോടെത്തിയ സിനിമ മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേരിടുന്നതാണെങ്കിൽ പോലും ഒരു വേറെ ലെവൽ കളക്ഷനിലേക്ക് സിനിമയ്ക്ക് ഉയരാനായിട്ട് കഴിയുന്നില്ല. 128 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇതേ രീതിയിൽ പോകുകയാണെങ്കിൽ സിനിമ 150 കോടിയിലേക്ക് എത്തപ്പെടില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. 125 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. രണ്ടാമത്തേത് ബോളിവുഡിൽ നിന്നുള്ള മാ എന്ന സിനിമയുടെ കളക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 23 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് 33 കോടി പിന്നിട്ടിരിക്കുകയാണ്. കാജോൾ നായിക വേഷത്തിലെത്തിയ സിനിമ ഷെയ്ത്താൻ യൂണിവേഴ്സിൽ പെടുന്ന ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. മറ്റൊരു ബോളിവുഡ് സിനിമ ആമിർ ഖാൻ നായകനെത്തിയ സിത്താര സമീൻ പാർ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമ അങ്ങനെ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 211 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു ആമിർ ഖാൻ സിനിമ എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ആമിർ ഖാന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയിക്കുന്ന സിനിമ കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടി സിത്താര സമീൻ പറഞ്ഞുണ്ട്. ഇനി അവസാനമായിട്ട് കണ്ണപ്പയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കണ്ണപ്പ. ഇനിയും കൃത്യമായിട്ട് ബഡ്ജറ്റ് പുറത്തു വരാത്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ 40 കോടി പിന്നിട്ട് 42 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ വരുന്ന വീക്കെൻഡ് കളക്ഷനോടെ 50 കോടിയിലധികം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കണ്ണപ്പയുടെ കൃത്യമായ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്.